സ്ഥലത്തിന്റെ അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചതോടെ ആശങ്കയിലായിരിക്കുന്നു വയനാട് മാനന്തവാടി തലപ്പുഴയിലെ 5 കുടുംബങ്ങൾ. 5.25 ഏക്കർ ഭൂമിയിലാണ് വഖഫ് ബോർഡ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ കാലങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങളാണ് ഇപ്പോൾ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ. SKN മുനമ്പത്തിന് സമാനമായ ഒരു സ്ഥിതിയാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തലപ്പുഴ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഈ പ്രദേശമുള്ളത്. ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ വീടുകളുണ്ട്, മാത്രമല്ല ഈ കൃഷി ചെയ്യുന്ന ഭൂമിയുമുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ ഇതിൽ 5 പേർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട 4 പേർക്ക് നിലവിൽ നോട്ടീസ് 4 പേർ കൈപ്പറ്റി. ഒരാൾ മറ്റ് നോട്ടീസുകളിൽ ഒരാളുടെ പേരുമുണ്ട്. തലപ്പുഴ തിണ്ടുമ്മൽ ദേശത്ത് ഹംസ ഫൈസി, VP സലീം, അറഫ ഹൗസിൽ ജമാൽ, ഉക്കാടൻ വീട്ടിൽ റഹ്മത്ത്, ആലക്കണ്ടി രവി ഇവരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വീട്ടുകാരുണ്ട്. ഇവരെല്ലാം തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവർ കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഇവർ ഭൂമി വില കൊടുത്ത് വാങ്ങിയ ആളുകളുമാണ്. ഇതിൽ സർവേ നമ്പർ 47/1, 45/1 അങ്ങനെ വരുന്ന സർവേ നമ്പറിലുള്ള ഭൂമിയാണ് ഇത്. ഇതിലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് വഖഫ് ബോർഡ് നോട്ടീസിൽ പറയുന്നത്? നോട്ടീസിൽ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ വഖഫ് ഭൂമി കയ്യേറിയിട്ടുണ്ട്. 16/11 വ്യക്തമായൊരു മറുപടി അയക്കണം. 19 വിറ്റ് നടക്കുന്നുണ്ട്, അതിലും പങ്കെടുക്കണം. അതിൻ്റെ വ്യക്തമായ വിവരം തരണം എന്നുള്ളത്. ഞങ്ങൾക്ക് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരാതി കൊടുത്ത ആളെ 3 ആളെ പേരുണ്ട്. നിങ്ങൾക്ക് ഈ കത്തയക്കുന്നുണ്ട്. പരാതി കൊടുത്ത പേരിലായ 1 കമ്മിറ്റിൻ്റെ സെക്രട്ടറി, 2 മുൻ പ്രസിഡന്റ്, 3 ഖജാൻജി. അപ്പോൾ അതെ, അവരാണ് പരാതിക്കാരെന്ന് കത്ത് കാണുന്നത്. പോകുന്നുള്ളതാണ്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളതിൽ ഈ കണ്ടീഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് 16-ാം തീയതിൻ്റെ ഉള്ളിൽ നമ്മളെന്താക്കണം, ഈ രേഖയും വെച്ചിട്ട് അവർക്ക് എന്താക്കണം, എത്തിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നിയമ നടപടികൾ വീണ്ടും ഉണ്ടാവുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നമുക്ക് 16-ാം തീയതി കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട്, ഈ കുടുംബങ്ങൾ മൊത്തം ആലോചിച്ചിട്ടേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങൾക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അത് സാധ്യമല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് എങ്ങനെ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കി. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും ചേർന്നത്.